മഹാരാഷ്ട്രയിൽ എൻ.ഡി.എ സഖ്യം പിളർപ്പിലേക്ക് നീങ്ങുകയാണ്. ശിവസേന ഷിൻഡെ വിഭാഗം സീറ്റ് നൽകുന്ന വിഷയത്തിൽ ബി.ജെ.പിയുമായി ഒരു രമ്യതയിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നിലവിലെ നിഗമനം. അതുമാത്രമല്ല, ശരത് പവാറുമായി തെറ്റിപ്പിരിഞ്ഞ് പാർട്ടിയെ തന്നെ പിളർത്തി എൻ.ഡി.എയുടെ കൂടെ ചേർന്ന അജിത് പവാർ വാസ്തവത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. രാഷ്ട്രീയത്തിൽ ഇനി അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. തൻ്റെ തട്ടകം അത് തീർച്ചയായും ശരത്ചന്ദ്ര പവാർ എന്ന അതികായൻ്റെ കൈവെള്ളയിലാണ് എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അജിത് പവാറിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ നിർബന്ധിതരാകുന്നത്. നിലവിലെ മുഖ്യമന്ത്രിയായ ഏകനാഥ് ഷിൻഡെ എൻ.ഡി.എ നേതൃത്വത്തോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ശക്തമായ മത്സരം ഇന്ത്യ മുന്നണി കാഴ്ചവെക്കും. അതിനെ തടുക്കാനുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വാധീനം നമ്മൾക്കില്ല. അത് യാഥാർത്ഥ്യമാണത് മനസ്സിലാക്കി നീങ്ങേണ്ടത് ആവശ്യമാണ്. ഇവിടെ ബി.ജെ.പി വലിയേട്ടൻ കളിക്കേണ്ട കാര്യമില്ല എന്ന നിർദ്ദേശം കൂടി ഷിൻഡെ മുന്നോട്ട് വയ്ക്കുന്നു. നമുക്കറിയാം, ഇത്രയും ദിവസം ഒരു കളിപ്പാവയെ പോലെ, ഒരു റിമോട്ട് പോലെ കൃത്യമായും ഷിൻഡെ ബി.ജെ.പി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കളി മാറിയിരിക്കുന്നു. ഷിൻഡെയ്ക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഫട്നാവിസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഷിൻഡെയെ കൂടുതൽ സഹിക്കേണ്ടി വരുന്ന തരത്തിലേക്ക് ഫട്നാവിസിന് കാര്യങ്ങൾ നീക്കേണ്ടി വരും. നമുക്കറിയാം, 2019 നവംബറിലെ തെരഞ്ഞെടുപ്പിൽ 105 സീറ്റുകൾ ബി.ജെ.പിയും 56 സീറ്റുകൾ ശിവസേനയും പിടിച്ചിരുന്നു. 288-ൽ 161 കേവല ഭൂരിപക്ഷം നേടിയെങ്കിൽ പോലും അന്ന് ഉദ്ധവ് താക്കറെ കൃത്യമായി പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനം ശിവസേനയ്ക്കുള്ളതാണ് എന്നുള്ളതാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ വാസ്തവത്തിൽ അന്ന് മഹാവികാസ് അഘാടി സഖ്യം പോലും രൂപീകൃതമാകില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. എന്നാൽ അതല്ലായിരുന്നു ബി.ജെ.പിയുടെ പ്ലാൻ. ബി.ജെ.പിക്ക് എങ്ങനെയും വെടക്കാക്കി തനിക്കാക്കുക എന്ന നിർദ്ദേശമാണ്. ഇപ്പോൾ നോക്കൂ, മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോഴും ബി.ജെ.പിയുടെ കൈവശമല്ല. ശിവസേന ഷിൻഡെ ഫാക്ടറാണ് അവിടെ ഒരു എക്സ് ഫാക്ടറായി നിൽക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇവിടെയാണ് സഞ്ജയ് റാവത്ത് ബി.ജെ.പിയുടെ നാറിയ രാഷ്ട്രീയ കളി വ്യക്തമാക്കി കൊടുക്കുന്നു. ബി.ജെ.പി കൃത്യമായും രാഷ്ട്രീയപരമായി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷ് അജണ്ട തന്നെയാണ് എപ്പോഴും പിന്തുടരുന്നത് എന്ന് സഞ്ജയ് റാവത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുടിച്ച വെള്ളത്തിൽ പോലും ഇതിലെ നേതാക്കളെയോ സംഘടനാ ചുമതലയുള്ളവരെയോ വിശ്വസിക്കാൻ കൊള്ളില്ല. പറഞ്ഞ വാക്കിന് യാതൊരു വിലയുമില്ലാത്തവരാണ്. മുഖ്യമന്ത്രി സ്ഥാനം അന്ന് വെച്ചു തരാം, റൊട്ടേഷണൽ ബേസിസിൽ കൃത്യമായി തരാമെന്ന് പറഞ്ഞ അമിത്ഷാ കാല് വാരിയ ഒരു രാഷ്ട്രീയ സാഹചര്യം എത്രത്തോളം വേദനാജനകമായിരുന്നു തങ്ങൾക്ക് എന്നത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പരാജയമെന്ന് ഏകനാഥ് ഷിൻഡെയോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് സഞ്ജയ് റാവത്ത്. ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു, ഷിൻഡെ ശിവസേന നേതാവാണെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അയാൾ വഞ്ചകനും ചതിയനും കുലംകുത്തിയുമാണ്. കാലം അയാൾക്ക് മാപ്പ് നൽകില്ല എന്നും ശരത് പവാറിനെ വഞ്ചിച്ച അജിത് പവാറിന് രാഷ്ട്രീയത്തിൽ ഇനി വലിയ റോളില്ല, തോറ്റു തൊപ്പിയിട്ട് വീട്ടിലിരിക്കാം എന്നേക്കുമായി എന്നും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്.